ഓം ശാന്തി 2/6/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഓർമ്മയിലിരിക്കൂ. എങ്കിൽ ദൂരെയാണെങ്കിലും കൂടെയുണ്ടാകും. ഓർമ്മിക്കുമ്പോൾ കൂടെയുണ്ട് എന്ന അനുഭവവും ഉണ്ടാകും. വികർമ്മവും വിനാശമാകും. ചോദ്യം: ദൂരദേശിയായ ബാബ കുട്ടികളെ ദൂരാന്തേശി, അതായത് ദീർഘവീക്ഷണമുള്ളവരാക്കുന്നതിന് വേണ്ടി ഏത് ജ്ഞാനമാണ് നൽകുന്നത്? ഉത്തരം: ആത്മാവ് എങ്ങനെയാണ് സൃഷ്ടിചക്രത്തിൽ ഭിന്ന ഭിന്ന വർണ്ണങ്ങളിൽ വരുന്നത്? ഈ ജ്ഞാനം ദൂരാന്തേശിയായ ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ബ്രാഹ്മണ വർണ്ണത്തിലാണ്. ജ്ഞാനം കിട്ടുന്നതിന് മുൻപ് ശൂദ്രവർണ്ണത്തിലായിരുന്നു. അതിനു മുൻപ് വൈശ്യവർണ്ണത്തിലായിരുന്നു. ദൂരദേശത്ത് വസിക്കുന്ന ബാബ വന്നിട്ട് ഈ ദീർഘവീക്ഷണമുള്ളവരാക്കുന്ന മുഴുവൻ ജ്ഞാനവും കുട്ടികൾക്ക് നൽകുന്നു. ഗീതം: ആരാണോ പ്രിയതമനോടൊപ്പം. ഓം ശാന്തി. ആര് ജ്ഞാനസാഗരനോടൊപ്പമാണോ അവർക്കാണ് ജ്ഞാനത്തിന്റെ മഴ. നിങ്ങൾ ബാബയുടെ കൂടെയല്ലേ? വിദേശത്താകട്ടെ, എവിടെ ആയിക്കോട്ടെ, ബാബയുടെ കൂടെയാണ്. ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഓർമ്മിക്കുന്ന കുട്ടികളെല്ലാം സദാ കൂടെ തന്നെയാണ്. ഓർമ്മിക്കുമ്പോൾ കൂടെ തന്നെ ഉണ്ടാകും. ഒപ്പം വികർമ്മവും വിനാശമാകും. പിന്നെ വികർമാജീത്തിന്റെ സംവത്സരം ആരംഭിക്കുന്നു. പിന്നെ രാവണ രാജ്യം ആരംഭിക്കുമ്പോൾ വിക്രമ രാജാവിന്റെ സംവത്സരം ആരംഭിക്കുന്നു. ഒന്ന് വിക്രമാജീത്ത്, ഒന്ന് വികർമ്മി. ഇപ്പോൾ നിങ്ങൾ വികർമാജീത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ വികർമ്മികളായി മാറും. ഈ സമയത്ത് എല്ലാവരും വളരെയധികം വികർമ്മികളാണ്. ആർക്കും തന്റെ ധർമ്മത്തെക്കുറിച്ച് അറിയില്ല. ഇന്ന് ബാബ ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. സത്യുഗത്തിൽ ദേവീ ദേവതകൾക്കറിയാമോ അവർ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റേതാണ് എന്ന്? ഹിന്ദു ധർമ്മത്തിലെയാണ് നമ്മൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ ക്രിസ്ത്യൻ ധർമ്മത്തിന്റേതാണെന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെ ദേവതകളും മനസ്സിലാക്കുന്നുണ്ടാകുമോ അവർ ദേവതാധർമ്മത്തിന്റേതാണ് എന്ന്? ചിന്തിക്കാനുള്ള കാര്യമാണ്. നമ്മൾ ഇന്ന ധർമ്മത്തിലുള്ളവരാണെന്ന് പറയുവാൻ അവിടെ മറ്റ് ധർമ്മത്തിലുള്ളവരാരും ഇല്ല. ഇവിടെ അനേകം ധർമ്മമുണ്ട്. അപ്പോൾ തിരിച്ചറിയുവാൻ വേണ്ടി വേറെ വേറെ പേരുകൾ വച്ചിരിക്കുന്നു. അവിടെ ഒരു ധർമ്മം മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന ധർമ്മത്തിന്റേതാണ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ഒരു ധർമ്മം ഉണ്ട്, ഞങ്ങളുടെ രാജധാനിയാണ്, ഇതൊന്നും അവർക്കറിയില്ല. നിങ്ങൾക്കിപ്പോൾ അറിയാം നമ്മൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റേതാണ് എന്ന്. ദേവീദേവത എന്ന് മറ്റാരെയും വിളിക്കുവാൻ സാധിക്കില്ല. പതീതമായത് കാരണം സ്വയം ദേവത എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. പവിത്രമായവരെയാണ് ദേവത എന്ന് വിളിക്കുന്നത്. സത്യുഗത്തിൽ ഇങ്ങനെയൊരു കാര്യം ഒന്നുമില്ല. ഒരു തരത്തിലുമുള്ള താരതമ്യപ്പെടുത്തൽ ഇല്ല. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. നിങ്ങൾക്കറിയാം ആദി സനാതന ദേവീദേവതാ ധർമ്മം വീണ്ടും സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ധർമ്മം എന്ന കാര്യമില്ല. ഒരു ധർമ്മമേ ഉള്ളൂ. മഹാപ്രളയം ഉണ്ടാകും, അതായത് ഒന്നും അവശേഷിക്കില്ല എന്ന കാര്യം തെറ്റാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ശരി എന്താണ് എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ശാസ്ത്രങ്ങളിൽ ജലമയമായി കാണിക്കുന്നു. ഭാരതമൊഴികെ ബാക്കി എല്ലായിടത്തും വെള്ളം കയറും എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ഇത്രയും വലിയ സൃഷ്ടി എന്ത് ചെയ്യും? ഒരു ഭാരതത്തിൽ തന്നെ എത്ര ഗ്രാമങ്ങളുണ്ട് എന്ന് നോക്കണം. ആദ്യം വനമായിരിക്കും, പിന്നെ അവിടെ നിന്നും വൃദ്ധിയുണ്ടാകും.
സത്യയുഗത്തിൽ നിങ്ങൾ ആദി സനാതന ധർമ്മത്തിലുള്ളവർ മാത്രമേ കാണൂ. ഇക്കാര്യം നിങ്ങൾ ബ്രാഹ്മണരുടെ ബുദ്ധിയിൽ ബാബ ധാരണയാക്കി തരുന്നു. ഉയർന്നതിലും ഉയർന്ന ശിവബാബ ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ശിവനെ പൂജിക്കുന്നതെന്തിനാണ്? എരിക്കിൻ പൂ പോലുള്ള പുഷ്പം എന്തിനർപ്പിക്കുന്നു? ശിവൻ നിരാകാരനല്ലേ? പേരിൽ നിന്നും രൂപത്തിൽ നിന്നും വേറിട്ടതാണ് എന്ന് പറയുന്നു. പക്ഷെ പേരിൽ നിന്നും രൂപത്തിൽ നിന്നും വേറിട്ട ഒരു വസ്തുവും ഇല്ല. പിന്നെ ആർക്കാണ് പുഷ്പങ്ങൾ അർപ്പിക്കുന്നത്? ഏറ്റവും ആദ്യം പൂജിക്കുന്നത് ശിവനെയാണ്. ക്ഷേത്രങ്ങൾ പണിയുന്നതും ആദ്യം ശിവന് തന്നെയാണ്. കാരണം ഭാരതത്തിലെയും മുഴുവൻ ലോകത്തിലെയും കുട്ടികളുടെ സേവനം ചെയ്യുന്നു. മനുഷ്യരുടെ തന്നെയാണല്ലോ സേവനം ചെയ്യാറുള്ളത്. ഈ സമയം നിങ്ങൾക്ക് നമ്മൾ ദേവീ ദേവതാ ധർമ്മത്തിലേതാണ് എന്ന് പറയുവാൻ കഴിയില്ല. നമ്മൾ ദേവതകളായിരുന്നു എന്ന് നിങ്ങൾ അറിയുക പോലുമില്ലായിരുന്നു. ഇപ്പോൾ ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്. അതിനാൽ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ ജ്ഞാനം തരുവാൻ സാധിക്കില്ല. ബാബയെ തന്നെയാണ് ജ്ഞാനസാഗരൻ, നോളജ്ഫുൾ എന്ന് വിളിക്കുന്നത്. രചയിതാവിനെയും രചനയെയും ഋഷി മുനിമാർക്ക് പോലും അറിയില്ലായിരുന്നു എന്ന് പറയാറുണ്ട്. അറിയില്ല അറിയില്ല എന്നാണ് അവരും പറഞ്ഞിരുന്നത്. ചെറിയ കുട്ടികൾക്ക് അറിവില്ലല്ലോ. വലുതാകുന്നതിനനുസരിച്ച് ബുദ്ധി വളരും. വിദേശം എവിടെയാണ്, ഇത് ഏത് സ്ഥലമാണ്, ഇതെല്ലാം മനസ്സിലാക്കുവാൻ തുടങ്ങും. നിങ്ങൾ കുട്ടികളും ആദ്യം പരിധിയില്ലാത്ത ജ്ഞാനം അല്പം പോലും അറിയുമായിരുന്നില്ല. ഇപ്പോൾ ബ്രഹ്മാവും പറയുകയാണ്, ജ്ഞാനം ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒന്നും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല. ഈ ഡ്രാമയിൽ മനുഷ്യർ തന്നെയാണല്ലോ അഭിനയിക്കുന്നത്. മുഴുവൻ നാടകവും 2 കാര്യങ്ങളുടെ ആധാരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്: ഭാരതത്തിന്റെ ജയവും ഭാരതത്തിന്റെ പരാജയവും. ഭാരതത്തിൽ തുടക്കത്തിൽ സത്യയുഗത്തിന്റെ സമയത്ത് പവിത്ര ധർമ്മമായിരുന്നു. ഇപ്പോൾ അപവിത്ര ധർമ്മമാണ്. അപവിത്രരായത് കാരണം സ്വയം ദേവത എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. എന്നിരുന്നാലും ശ്രീ ശ്രീ എന്നൊക്കെ പേര് വെക്കുന്നുണ്ട്. പക്ഷേ ശ്രീ എന്നാൽ ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. പവിത്ര ദേവതകളെയാണ് ശ്രേഷ്ഠർ എന്ന് പറയുന്നത്. ശ്രീമദ് ഭഗവാൻ ഉച്ചരിച്ചത് എന്ന് പറയാറില്ലേ? ഇപ്പോൾ ആരാണ് ശ്രീ? ബാബയുടെ സന്മുഖത്തിരുന്ന് ജ്ഞാനം കേട്ട് ശ്രീ ആകുന്നവരാണോ? അതോ സ്വയം ശ്രീ ശ്രീ എന്ന് പറയുന്നവരാണോ? ഇതെല്ലാം നിസ്സാര കാര്യങ്ങളാണ്. എന്നാലും ബാബ പറയുന്നു, കുട്ടികളെ, ഒരു ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് വശീകരണ മന്ത്രം. രാവണന്റെ മേൽ വിജയം നേടി നിങ്ങൾ ജഗത് ജീത്താകുന്നു. അടിക്കടി സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഈ ശരീരം 5 തത്വങ്ങളാൽ ഇവിടെ ഉണ്ടാക്കിയതാണ്. തയ്യാറാക്കുന്നു, ഉപേക്ഷിക്കുന്നു, വീണ്ടും തയ്യാറാക്കുന്നു. ആത്മാവ് അവിനാശിയാണ്. അവിനാശിയായ ആത്മാക്കളെ അവിനാശിയായ ബാബ സംഗമയുഗത്തിൽ പഠിപ്പിക്കുകയാണ്. എത്ര വിഘ്നങ്ങൾ വന്നാലും മായയുടെ കൊടുങ്കാറ്റടിച്ചാലും നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തന്നെയാണ് സതോ പ്രധാനമായിരുന്നത്, പിന്നെ തമോ പ്രധാനമായി. ആദ്യമാദ്യം ഭക്തി ചെയ്തവർ തന്നെയാണ് തീർച്ചയായും ശിവന്റെ ക്ഷേത്രങ്ങൾ പണിതത്. കാരണം അവരായിരിക്കുമല്ലോ ധനവാന്മാർ. വലിയ രാജാക്കന്മാർ ചെയ്യുന്നത് കണ്ട് മറ്റ് രാജാക്കന്മാരും പ്രജകളും ചെയ്യുവാൻ തുടങ്ങുന്നു. ഇതെല്ലാം വിശദമായ കാര്യങ്ങളാണ്. 1 സെക്കൻഡിൽ ജീവൻ മുക്തി എന്നാണ് പറയുന്നത്. എന്നാൽ മനസ്സിലാക്കി തരുവാൻ എത്രയോ വർഷങ്ങൾ എടുക്കുന്നു. ജ്ഞാനം സഹജമായതുകൊണ്ട്
ഓർമ്മയുടെ യാത്രയ്ക്ക് വേണ്ട അത്രയും സമയം ജ്ഞാനത്തിന് എടുക്കുന്നില്ല. ബാബ, വരൂ, വന്ന് ഞങ്ങളെ പതീതത്തിൽ നിന്ന് പാവനമാക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ബാബ, ഞങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. സർവരും പറയുന്നത് പതീതത്തിൽ നിന്ന് പാവനമാക്കൂ എന്നാണ്. സത്യുഗത്തിനെ പാവന രാജ്യം എന്ന് വിളിക്കുന്നു. ഈ ലോകത്തിനെ പതീത ലോകം എന്നും പറയുന്നു. ലോകം പതീതം എന്ന് പറയുന്നതല്ലാതെ സ്വയം പതീതമാണെന്ന് മനസ്സിലാക്കുന്നില്ല. അവനവനെ പ്രതി വെറുപ്പൊന്നും വരുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരുണ്ടാക്കിയ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അവർ ചോദിക്കും, എന്താ ഞങ്ങൾ തൊട്ടുകൂടാത്തവരാണോ? ഹേയ്, നിങ്ങൾ സ്വയം തന്നെ പറയുകയല്ലേ, സർവരും പതീതമാണല്ലോ. നിങ്ങൾ പറയുന്നു നമ്മൾ പതീതരാണെന്ന്. ഈ ദേവതകൾ പാവനമാണ്. എങ്കിൽ പതീതരെ എന്തു വിളിക്കും? അമൃത് ഉപേക്ഷിച്ച് വിഷം കഴിച്ചു എന്ന് പറയാറില്ലേ? വിഷം നല്ലതല്ലല്ലോ. ബാബ പറയുന്നു, ഈ വിഷം നിങ്ങൾക്ക് ആദിമധ്യ അന്ത്യം ദുഃഖം തരുന്നു എന്ന്. പക്ഷെ ഇത് വിഷം ആണെന്ന് മനസ്സിലാക്കുന്നില്ല. മദ്യപാനിക്ക് മദ്യം കൂടാതെ ജീവിക്കുവാൻ പറ്റില്ല. യുദ്ധസമയത്ത് അവരെ മദ്യം കഴിപ്പിച്ച് ലഹരിയുള്ളവരാക്കി യുദ്ധത്തിന് അയക്കുന്നു. ലഹരി കിട്ടിയാൽ മതി, മനസ്സിലായിക്കോളും, നമുക്കിങ്ങനെയൊക്കെ ചെയ്യണം. അവർക്ക് മരണഭയം ഉണ്ടായിരിക്കില്ല. ബോംബും കൊണ്ട് എവിടെയെങ്കിലും പോയി ബോംബ് സഹിതം വീഴുന്നു. മിസൈലുകളാൽ യുദ്ധം നടന്നതായി പറയുന്നു. ശരിയായ കാര്യം നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലിൽ കാണുകയാണ്. മുമ്പ് കേവലം വായിക്കുമായിരുന്നു, വയറിൽ നിന്ന് മുസ്ലിം പുറത്തുവന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. പാണ്ഡവരാരാണ്, കൗരവരാരാണ് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. സ്വർഗവാസിയാകുന്നതിനു വേണ്ടി പാണ്ഡവർ ജീവിച്ചിരുന്നുകൊണ്ട് ദേഹാഭിമാനം കത്തിച്ചു കളയാനുള്ള പുരുഷാർത്ഥം ചെയ്തു. ഈ പഴയ ചെരുപ്പ്, അതായത് ശരീരം ഉപേക്ഷിക്കുവാനുള്ള പുരുഷാർത്ഥം നിങ്ങളിപ്പോൾ ചെയ്യുന്നു. പഴയ ചെരുപ്പ് കളഞ്ഞ് പുതിയതെടുക്കണം എന്ന് പറയാറില്ലേ? ബാബ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ഞാൻ കൽപ്പകൽപ്പം വരുന്നു എന്ന് ബാബ പറയുന്നു. എന്റെ പേര് ശിവൻ എന്നാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. ഭക്തിമാർഗത്തിൽ എത്രമാത്രം ക്ഷേത്രങ്ങൾ പണിയുന്നു. ഒരുപാട് പേരുകളും കൊടുത്തിട്ടുണ്ട്. ദേവിമാർക്കും അങ്ങനെയുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരെ പൂജിച്ചിരുന്നുവോ ആ ആൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ അറിയാം. ലക്ഷ്മി നാരായണന്റെ പൂജാരികളായിരുന്നു നമ്മൾ. ഇപ്പോൾ നമ്മൾ ലക്ഷ്മി നാരായണൻ ആകുകയാണ്. ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. ഓർത്തുകൊണ്ടേയിരിക്കൂ, എന്നിട്ട് മറ്റുള്ളവരെയും കേൾപ്പിക്കൂ. ധാരണ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ബാബ പറയുന്നു, ഒരുപാട് ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഓർമ്മയുടെ കാര്യം ധാരണ ചെയ്യുവാൻ സാധിക്കുമല്ലോ. ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. മുരളി വായിക്കുവാൻ അറിയാത്തവർ ഇവിടെ ഇരുന്ന് ബാബയെ ഓർമ്മിക്കൂ. ഇവിടെ ബന്ധനമോ വേറെ ബഹളമോ ഇല്ല. വീട്ടിലാണെങ്കിൽ പേരക്കുട്ടികളുടെ ഒക്കെ അന്തരീക്ഷത്തിൽ ലഹരി അപ്രത്യക്ഷമാക്കും. ഇവിടെ ചിത്രവും വെച്ചിട്ടുണ്ട്. ആർക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ എളുപ്പമാണ്. അവർ ഗീത പൂർണമായും കാണാപാഠം പറയുന്നു. സിഖുകാർക്കും ഗ്രന്ഥം മനപാഠമാണ്. നിങ്ങൾ എന്താണ് മനപാഠമാക്കേണ്ടത്? ബാബയെ. നിങ്ങൾ പറയുന്നുമുണ്ട് ബാബ എന്ന്. ഇത് തീർത്തും പുതിയ കാര്യമാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്ന സമയം ഇതൊന്നു മാത്രമേ ഉള്ളൂ. 5000 വർഷങ്ങൾക്ക് മുൻപും ഇത് പഠിപ്പിച്ചതാണ്. ഇങ്ങനെ മനസ്സിലാക്കി തരുവാൻ മറ്റാർക്കും ശക്തിയില്ല. ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ്. മറ്റാർക്കും ആകുവാൻ സാധിക്കില്ല.
ജ്ഞാനസാഗരനായ ബാബ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഞങ്ങളും അവതാരമാണെന്ന് പറഞ്ഞു നടക്കുന്നവർ ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട്. അതുകൊണ്ട് സത്യം സ്ഥാപിക്കുന്നതിൽ ഒരുപാട് വിഘ്നം വരും. പക്ഷെ പറയാറുണ്ട്, സത്യത്തിന്റെ തോണി ആടും ഉലയും, പക്ഷെ മുങ്ങില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം. മുൻപ് തീർത്ഥയാത്ര എത്ര ചെയ്തിരുന്നു? അപ്പോൾ ഹൃദയത്തിൽ എന്താണ് വന്നിരുന്നത്? ഇപ്പോൾ വീടുപേക്ഷിച്ച് ഇവിടെ വന്നപ്പോൾ എന്ത് ചിന്ത വരുന്നു? നമ്മൾ ബാബ്ദാദയുടെ അടുത്തേക്ക് പോകുന്നു. ബാബ ഇതും മനസ്സിലാക്കി തന്നു. ബാബയെ കേവലം ശിവബാബ എന്ന് പറയുന്നു. ബാബ ആരിലാണോ പ്രവേശിക്കുന്നത് അതാണ് ബ്രഹ്മാവ്. തീർച്ചയായും സംബന്ധമുണ്ടല്ലോ. ആദ്യം ബ്രാഹ്മണരുടെ സംബന്ധം, പിന്നീട് ദേവതമാരുടെ സംബന്ധം. ഇപ്പോൾ ദൂരദേശിയായ ബാബ കുട്ടികളെ ദൂരാന്തേശി, അതായത് ദിവ്യദൃഷ്ടിയുള്ളവരാക്കുന്നു. നമ്മൾ അറിയുന്നു ആത്മാവെങ്ങനെയാണ് മുഴുവൻ ചക്രത്തിൽ ഭിന്ന ഭിന്ന വർണ്ണത്തിൽ വരുന്നത്. ഇതിന്റെ ജ്ഞാനം ദൂരാന്തേശിയായ ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ ചിന്തിക്കൂ, ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണ വർണ്ണത്തിലാണ്. ഇതിനു മുൻപ് എപ്പോൾ ജ്ഞാനമില്ലായിരുന്നുവോ അപ്പോൾ ശൂദ്രവർണ്ണമായിരുന്നു. നമ്മുടേത് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. ഗ്രേറ്റ് ശൂദ്രർ, ഗ്രേറ്റ് വൈശ്യർ, ഗ്രേറ്റ് ക്ഷത്രിയർ. അതിനു മുൻപ് ഗ്രേറ്റ് ബ്രാഹ്മണരായിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാക്കി തരുവാൻ കഴിയില്ല. ഇതിനെയാണ് പറയുന്നത് ദൂരദേശത്തെ ജ്ഞാനം. ദൂരദേശത്ത് വസിക്കുന്ന ബാബ വന്ന് കുട്ടികൾക്ക് ദൂരദേശത്തെ മുഴുവൻ ജ്ഞാനവും നൽകുന്നു. നമ്മൾ അറിയുന്നു നമ്മുടെ ബാബ ദൂരദേശത്ത് നിന്ന് ഇവിടെ വന്നിരിക്കുന്നു. ഇത് അന്യദേശം, അന്യരാജ്യം. ശിവബാബയ്ക്ക് തന്റെ ശരീരമില്ല. ബാബ ജ്ഞാനസാഗരനാണ്. സ്വർഗരാജ്യവും ആ ബാബ നൽകുന്നു. കൃഷ്ണൻ നൽകുന്നതേയില്ല. ശിവബാബ തന്നെയാണ് നൽകുന്നത്. കൃഷ്ണനെ അച്ഛനെന്നും പറയില്ല. ബാബ രാജ്യം നൽകുന്നു. ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. ഇപ്പോൾ പരിധിയുള്ള സമ്പത്തെല്ലാം പൂർത്തിയായി. സത്യുഗത്തിൽ നമ്മൾക്കിതും അറിയില്ല. അതായത് നമ്മൾ സംഗമത്തിൽ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നേടി എന്ന്. ഇതും ഇപ്പോൾ അറിയുന്നു. നമ്മൾ 21 ജന്മത്തേക്ക് സമ്പത്ത് പകുതി കൽപ്പത്തേക്ക് നേടിക്കൊണ്ടിരിക്കുന്നു. 21 തലമുറ അർത്ഥം സമ്പൂർണ്ണ ആയുസ്. എപ്പോൾ ശരീരം വയസ്സാകുന്നോ സമയമാകുമ്പോൾ ശരീരം ഉപേക്ഷിക്കും. ഏതുപോലെ സർപ്പം പഴയ തോലുപേക്ഷിച്ച് പുതിയത് എടുക്കുന്നു. നമ്മളും പാഴട്ടഭിനയിച്ചഭിനയിച്ച് ഈ ശരീരം പഴയതായി. നിങ്ങൾ സത്യസത്യമായ ബ്രാഹ്മണരാണ്. നിങ്ങളെ തന്നെയാണ് ഭ്രമരി എന്നും പറയുന്നത്. നിങ്ങൾ കീടങ്ങളെ തനിക്ക് സമാനം ബ്രാഹ്മണനാക്കുന്നു. നിങ്ങളോട് പറയുകയാണ്, കീടങ്ങളെ കൊണ്ടുവന്ന് ഭൂം ഭൂം ചെയ്യൂ, അതായത് ഊതിയൂതി ജ്ഞാനം നൽകൂ. ഭ്രമരിയും ഭൂം ഭൂം ചെയ്യുന്നു. പക്ഷെ ചിലതിന് ചിറക് വരുന്നു, ചിലത് ചത്തുപോകുന്നു. ഉദാഹരണമെല്ലാം ഇപ്പോഴത്തേതാണ്. നിങ്ങൾ പ്രിയപ്പെട്ട കുട്ടികളാണ്. കുട്ടികൾ തന്നെയാണ് കണ്ണിലെ കൃഷ്ണമണി. ബാബ പറയുന്നു, കണ്ണിലെ കൃഷ്ണമണി. നിങ്ങളെ ബാബയുടേതാക്കി. അപ്പോൾ നിങ്ങൾ ബാബയുടേതാണല്ലോ. അങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിക്കുന്നോ അത്രയും പാപം ഇല്ലാതാകും. മറ്റാരെങ്കിലും ഓർമ്മിക്കുന്നതിലൂടെ പാപം നശിക്കില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ജീവിച്ചിരിക്കെ
ദേഹാഭിമാനത്തെ എരിക്കുന്ന പുരുഷാർത്ഥം ചെയ്യണം. ഈ പഴയ ചെരുപ്പിനോട് അല്പം പോലും മമത്വം വെക്കരുത്. 2. സത്യമായ ബ്രാഹ്മണനായി കീടങ്ങളിൽ ജ്ഞാനത്തിന്റെ ഭൂം ചെയ്ത് അവരെ തനിക്ക് സമാനം ബ്രാഹ്മണരാക്കണം. വരദാനം: അമൃതവേളയുടെ മഹത്വം അറിഞ്ഞ് തുറന്ന ഭണ്ഡാരയിൽ നിന്ന് തങ്ങളുടെ സഞ്ചി നിറയ്ക്കുന്ന ഭാഗ്യശാലികളായി ഭവിക്കട്ടെ. അമൃതവേളയിൽ വരദാതാവ് ഭാഗ്യവിധാതാവിൽ നിന്ന് ഭാഗ്യത്തിന്റെ രേഖ എത്രത്തോളം നീട്ടുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും നീട്ടിക്കോളൂ. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് നിഷ്കളങ്കനായ ഭഗവാന്റെ രൂപത്തിൽ ലവ്ഫുള്ളാണ്. അതിനാൽ അധികാരിയാകൂ, അധികാരം നേടൂ. ഖജനാവിന് യാതൊരു പൂട്ടും താക്കോലുമില്ല. ആ സമയത്ത് കേവലം മായയുടെ ഒഴിവുകഴിവുകൾ ഉപേക്ഷിച്ച് ഒരു സങ്കല്പം ചെയ്യൂ. അതായത് എന്തു തന്നെയാണോ, എങ്ങനെയുള്ളതാണോ അങ്ങയുടേതാണ്. മനസ്സും ബുദ്ധിയും ബാബയ്ക്ക് കൈമാറ്റം ചെയ്ത് സിംഹാസനധാരിയാകൂ. എങ്കിൽ ബാബയുടെ ഖജനാവുകളും തന്റേതെന്ന അനുഭവമുണ്ടാകും. സ്ലോഗൻ: സേവനത്തിൽ അഥവാ സ്വാർത്ഥത കലർന്നിട്ടുണ്ടെങ്കിൽ സഫലതയും കലർപ്പുള്ളതായിരിക്കും. അതിനാൽ നിസ്വാർത്ഥ സേവാധാരിയാകൂ. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിന്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ആത്മാഭിമാനി ആകാനുള്ള പുരുഷാർത്ഥിയല്ലാതെ ഏതൊരു ബ്രാഹ്മണനും ഉണ്ടായിരിക്കില്ല. എന്നാൽ നിരന്തരം ആത്മാഭിമാനി ഏതിലൂടെയാണോ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ സമ്പൂർണ്ണ വിജയം പ്രാപ്തമാകുന്നത്, എല്ലാ കർമ്മേന്ദ്രിയങ്ങളും സതോ പ്രധാന സ്വച്ഛമാകുന്നത്, ദേഹത്തിന്റെ പഴയ സംസ്കാരങ്ങളിൽ നിന്നും സംബന്ധങ്ങളിൽ നിന്നും സമ്പൂർണ്ണ മർജീവയാകുന്നത്, അതിനുവേണ്ടി അന്തർമുഖിയാകൂ. ഈ പുരുഷാർത്ഥത്തിൽ കൂടിയാണ് നമ്പർ കിട്ടുന്നത്. ഓം ശാന്തി.